ഹായ്, നമ്മളപ്പോൾ സോഷ്യോളജിയിലെ ഫസ്റ്റ് 2 പോർഷൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതായത് 1 മാർക്ക് ക്വസ്റ്റ്യനും 2 മാർക്ക് ക്വസ്റ്റ്യനും. ഇനി 4 മാർക്ക് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ 5 മാർക്ക് ക്വസ്റ്റ്യനുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആരോപിത പദവിയും ആർജിത പദവിയും അനുയോജ്യമായ ഉദാഹരണങ്ങൾ നൽകി വിശദമാക്കുക. കുലീനവൽക്കരണം, ബന്ധിത സമുദായങ്ങൾ എന്നിവയുടെ ആശയം വിശദീകരിക്കുക. സാമൂഹ്യശാസ്ത്രവും സാമാന്യബോധവും തമ്മിൽ വേർതിരിച്ചെഴുതുക. ക്ഷേമരാഷ്ട്രം എന്ന ആശയം അവതരിപ്പിച്ചത് ആര്? അതിന്റെ സവിശേഷതകൾ പട്ടികപ്പെടുത്തുക. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം പദവിക്രമങ്ങൾ എന്താന്ന് നോക്കാം. വ്യക്തികൾ അവരുടെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളിൽ വ്യത്യസ്ത പദവികൾ ആർജിക്കുന്നു. അതെങ്ങനെയാ? ഒരു പുത്രൻ പിതാവാകുന്നു, പിന്നെ മുത്തച്ഛനാകുന്നു, മുതുമുത്തച്ഛനാകുന്നു, അങ്ങനെ ഓരോ പദവികൾ ആ ജീവിതത്തിൽ അവർ ആർജിക്കുന്നുണ്ട്. ഇതിനെയാണ് പദവിക്രമം എന്ന് പറയുന്നത്. ഈ പദവികൾ 2 തരമുണ്ട്. ആരോപിത പദവിയുണ്ട്, ആർജിത പദവിയുണ്ട്. ഒരു വ്യക്തിക്ക് ജനനം കൊണ്ട് ലഭ്യമാകുന്ന സാമൂഹിക സ്ഥാനത്തെ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ആരോപിത പദവി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിക്ക് ജനനം കൊണ്ട് ലഭ്യമാകുന്ന സാമൂഹിക സ്ഥാനമാണ് ആരോപിത പദവി. ഉദാഹരണം പ്രായം, ജാതി, ലിംഗം, വംശം അങ്ങനെയൊക്കെയുള്ള അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പദവികളെല്ലാം നമ്മൾ ആരോപിത പദവി എന്ന് പറയും. ഇനി നമ്മുടെ വ്യക്തിപരമായ കഴിവ്, നേട്ടങ്ങൾ, തിരഞ്ഞെടുക്കൽ, ഇതിലൂടെ നമ്മുടെ ഇച്ഛാനുസരണം നേടിയെടുക്കുന്ന ഒരു സാമൂഹിക സ്ഥാനം, നമ്മുടെ അറിവിലൂടെയും കഴിവിലൂടെയും നേട്ടങ്ങളിലൂടെയും ഒക്കെ നേടിയെടുക്കുന്ന സ്ഥാനമുണ്ട്. അതിനെയാണ് ആർജിത പദവി എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തിപരമായ കഴിവ്, നേട്ടങ്ങൾ, തിരഞ്ഞെടുക്കൽ എന്നിവയിലൂടെ ഒരു വ്യക്തി ഇച്ഛാനുസരണം നേടിയെടുക്കുന്ന സാമൂഹിക സ്ഥാനം, നമ്മുടെ കഴിവ് കൊണ്ട് നേട്ടം കൊണ്ടൊക്കെ നമുക്ക് കിട്ടുന്ന സാമൂഹിക സ്ഥാനം, അതിനെയാണ് ആർജിത പദവി എന്ന് പറയുന്നത്. ഇനി എന്തെല്ലാം ആർജിത പദവിയുടെ അടിസ്ഥാനങ്ങൾ? വിദ്യാഭ്യാസ യോഗ്യതയും വരുമാനവും തൊഴിൽ വൈദഗ്ധ്യവുമാണ് ആർജിത പദവിയുടെ അടിസ്ഥാനങ്ങൾ. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ആർജിത പദവിയുടെ അടിസ്ഥാനങ്ങൾ: വിദ്യാഭ്യാസ യോഗ്യതകൾ, അതുപോലെ വരുമാനം, തൊഴിൽ വൈദഗ്ധ്യം. ഇതാണ് ആർജിത പദവിയുടെ അടിസ്ഥാനങ്ങൾ. ആധുനിക സമൂഹങ്ങൾ നേട്ടങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് അല്ലെ? എല്ലാം ആധുനിക സമൂഹങ്ങൾ എങ്ങനെയുള്ളതാണ്? നേട്ടങ്ങൾ ഇല്ലാത്തവിടത്ത് ആരെങ്കിലും നിലനിൽക്കോ? ഇല്ല. നേട്ടങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അതിലെ അംഗങ്ങൾക്ക് അവരുടെ നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്തസ്സും മതിപ്പും നൽകപ്പെടുന്നത്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ താഴെക്കടയിലുള്ള ആൾക്കാരുണ്ട്, നല്ല പദവി വഹിക്കുന്നവരുണ്ട്. അപ്പൊ നമ്മളുടെ നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്തസ്സും മതിപ്പും നൽകപ്പെടുന്നു. പദവിയും അന്തസ്സും പരസ്പര ബന്ധമുള്ള പദങ്ങളാണ്. പദവി ഉണ്ടെങ്കിൽ അവിടെ ഒരു അന്തസ്സ് ഉണ്ടെന്ന് പറയും. ഓരോ പദവിക്കും ചില അവകാശങ്ങളും മൂല്യങ്ങളും ഒക്കെ നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾ അവരുടെ പങ്ക് നിർവഹിക്കുന്നത് സാമൂഹിക പ്രതീക്ഷകൾക്കനുസരിച്ചാണ്. സാമൂഹിക പ്രതീക്ഷകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ എന്താണ് ആരോപിത പദവിയും ആർജിത പദവിയും? ഒരു വ്യക്തിക്ക് ജനനം കൊണ്ട് ലഭ്യമാകുന്ന സാമൂഹിക സ്ഥാനമാണ് ആരോപിത പദവി. നമ്മുടെ കഴിവ് കൊണ്ടും നേട്ടം കൊണ്ടും തിരഞ്ഞെടുക്കലും കൊണ്ടും നമ്മൾ ഇച്ഛാനുസരണം നേടിയെടുക്കുന്ന സ്ഥാനമാണ് ആർജിത പദവി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കുലീനവൽക്കരണം, ബന്ധിത സമുദായങ്ങൾ എന്നിവയുടെ ആശയം വിശദീകരിക്കുക. ഈ ബന്ധിത സമുദായങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? പേരിൽ തന്നെയുണ്ട്. അവരെന്താ ചെയ്യുന്നത്? സമ്പന്നമായ അയൽപക്കങ്ങൾ മതിലുകളും കവാടങ്ങളും ഉപയോഗിച്ച് ചുറ്റുപാടുകളിൽ നിന്ന് വേർതിരിഞ്ഞ് നിൽക്കാറുണ്ട്. അവിടേക്കുള്ള പ്രവേശനം എന്ത് തന്നെയായിരിക്കും? നിയന്ത്രിതമായിരിക്കും. ഇത്തരം സമുദായങ്ങളെ ബന്ധിത സമുദായങ്ങൾ എന്ന് വിളിക്കുന്നു. കാരണം മറ്റുള്ളവരിൽ നിന്ന് വേർപെട്ടാണ് അവർ നിൽക്കുന്നത്. നഗര സമൂഹത്തിലെ സമ്പന്ന വിഭാഗം എപ്പോഴും ഈ ഭദ്രതയുടെ സംരക്ഷണ ഭിത്തിക്കുള്ളിലാണ്. ആ ചുവരുകൾക്കുള്ളിൽ അവർ എപ്പോഴും സുരക്ഷിതരാണ്. അവർ നഗരം പ്രദാനം ചെയ്യുന്ന വെള്ളം, വൈദ്യുതി, പോലീസ് സംരക്ഷണം എല്ലാം നല്ല രീതിയിൽ ആസ്വദിക്കുന്നവരുമാണ്. 19ഉം 20ഉം നൂറ്റാണ്ടുകളിലെ ഇതുപോലെ നഗരഹൃദയങ്ങളിൽ ആയിരുന്നു അന്ന് അധികാര കേന്ദ്രം. എന്നാൽ നഗരങ്ങൾ വികസിച്ചതോടുകൂടി 20ആം നൂറ്റാണ്ടായപ്പോഴേക്കും ഈ ധനാഢ്യര് നഗരഹൃദയഭാഗത്തിൽ നിന്ന് നഗരപ്രാന്ത പ്രദേശങ്ങളിലേക്ക് ചേക്കേറാൻ തുടങ്ങി.
അങ്ങനെ അവരവിടേക്ക് ചേക്കേറിയപ്പോഴോ താഴെ തട്ടിലുള്ളവർ ക്രമേണ അവിടുന്ന് പിരിഞ്ഞു പോകാൻ അല്ലെങ്കിൽ അവിടുന്ന് പോകാൻ നിർബന്ധിതരായി. ആ പ്രദേശങ്ങളുടെ വില ഉയരുകയും ചെയ്തു. ഈ പ്രക്രിയയാണ് കുലീനവൽക്കരണം. അതായത് താഴെ തട്ടിലുള്ള കീഴാളരുടെ പ്രദേശം മധ്യ ഉപരിവർഗ പ്രദേശമായി പരിവർത്തനം ചെയ്തു. താഴെ തട്ടിലുള്ള കീഴാളന്മാരുടെ പ്രദേശം മധ്യ ഉപരിവർഗ പ്രദേശമായി പരിവർത്തനം ചെയ്തു എന്നതാണ് ഇതിന്റെ അർത്ഥം. കീഴാളി വിഭാഗത്തിന്റെ സ്ഥലം സമ്പന്ന വിഭാഗം കൈക്കലാക്കുകയും അത് സമ്പന്ന പ്രദേശമായി മാറുന്ന അവസ്ഥയാണ് എന്ത്? കുലീനവൽക്കരണം. അപ്പോൾ കീഴാളവർഗത്തിന്റെ സ്ഥലം സമ്പന്ന വിഭാഗം കൈക്കലാക്കുകയും അത് സമ്പന്ന പ്രദേശമായി മാറുകയും ചെയ്യുന്ന അവസ്ഥേനെയാണ് കുലീനവൽക്കരണം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമൂഹശാസ്ത്രവും സാമാന്യബോധവും തമ്മിൽ വേർതിരിച്ചെഴുതുക. അപ്പൊ സമൂഹശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യന്റെ സാമൂഹ്യ ജീവിതം, ഗണങ്ങൾ, സമൂഹങ്ങൾ എന്നിവയെ കുറിച്ചുള്ള പഠനമാണ് സമൂഹശാസ്ത്രം. എന്താണ്? മനുഷ്യന്റെ സാമൂഹ്യ ജീവിതം, ഗണങ്ങൾ, സമൂഹങ്ങൾ എന്നിവയെ കുറിച്ചുള്ള പഠനമാണ് സമൂഹശാസ്ത്രം. അപ്പൊ നമുക്ക് ഇത് സാമാന്യബോധവും സമൂഹശാസ്ത്രവും തമ്മിൽ വേർതിരിക്കാം. ദൈവശാസ്ത്രപരവും തത്വശാസ്ത്രപരവുമായ നിരീക്ഷണങ്ങളിൽ നിന്ന് സമൂഹശാസ്ത്രപരമായ നിരീക്ഷണങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഓൾറെഡി നമുക്കറിയാം. ഇനി അപ്പൊ സമൂഹശാസ്ത്രം ഇതിനെക്കുറിച്ചുള്ള സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണെങ്കിൽ സ്വാഭാവികമോ വ്യക്തിപരമോ ആയ വിശദീകരണങ്ങളാണ് സാമാന്യബോധം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ വിഷയത്തെക്കുറിച്ചും നമ്മുടെ സാമാന്യ ബോധത്തിൽ അധിഷ്ഠിതമായ ചില നിഗമനങ്ങൾ നമുക്കുണ്ടാവും. അത് ചിലപ്പോൾ ശരിയാവാം, ചിലപ്പോൾ തെറ്റുമാകാം. അതിനൊരു ശാസ്ത്രീയ അടിത്തറ ഒരിക്കലും ഇല്ല. സാമാന്യ ബോധത്തിനൊരു ശാസ്ത്രീയ അടിത്തറ ഒരിക്കലും ഇല്ല. ഇനി അത് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. സമൂഹശാസ്ത്രത്തിന് സങ്കല്പങ്ങളുടെയും പഠന രീതികളുടെയും വിവരശേഖരണത്തിന്റെയും ഒക്കെ ഒരു ചട്ടക്കൂടുണ്ട്. ചില അസംഷന്റെ അടിസ്ഥാനത്തിലാണ് അത് മുന്നോട്ട് പോകുന്നത്. പഠന രീതിയുണ്ട്, അതുപോലെ വിവരശേഖരണത്തിന്റെ ഒരു ചട്ടക്കൂട് കൂടി അതിനുണ്ട്. പക്ഷെ സാമാന്യബോധത്തിന് അതില്ല. സാമാന്യബോധം ഒന്നും പരിചിന്തനം ചെയ്യുന്നില്ല. നമ്മൾ നമ്മളെ തന്നെ വീണ്ടും നീ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് ഒരിക്കലും ഒരു അഭിപ്രായം പറയുന്നില്ല. എന്നാൽ സമൂഹശാസ്ത്രജ്ഞൻ ഏതൊരു വിശ്വാസത്തെക്കുറിച്ചും തന്നെക്കുറിച്ചും തന്നെയും ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കാൻ തയ്യാറായിരിക്കും. ദെൻ സമൂഹശാസ്ത്രത്തിന്റെ ക്രമബന്ധവും ചോദ്യരീതിയിലുള്ള സമീപനവും രൂപപ്പെട്ടത് ശാസ്ത്രീയാന്വേഷണത്തിന്റെ വിശാല പാരമ്പര്യത്തിൽ നിന്നാണ്. ശാസ്ത്രീയമായിട്ടാണ് സമൂഹശാസ്ത്രത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്തു പോകുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ക്ഷേമരാഷ്ട്രം എന്ന ആശയം അവതരിപ്പിച്ചത് ആര്? സവിശേഷതകൾ എന്തൊക്കെയാ? അപ്പൊ ക്ഷേമരാഷ്ട്രം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് AR ദേശായി ആണ്. ആരാണ്? AR ദേശായി. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന കുറച്ച് മാനദണ്ഡങ്ങൾ, സവിശേഷതകളുണ്ട്. ഒന്ന്, എല്ലാ പൗരന്മാർക്കും ദാരിദ്ര്യം, സാമൂഹ്യ വിവേചനം എന്നിവയിൽ നിന്ന് മോചനവും സുരക്ഷയും ഉറപ്പാക്കുന്നുണ്ടോ? എന്തൊക്കെയാണ്? എല്ലാ പൗരന്മാർക്കും ദാരിദ്ര്യവും സാമൂഹ്യ വിവേചനം എന്നിവയിൽ നിന്നും മോചനവും സുരക്ഷയും ഉറപ്പാക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ദെൻ സമ്പത്ത് ചുരുക്കം ചിലരിലേക്ക് കേന്ദ്രീകരിക്കുന്നത് തടയുകയും സമ്പന്നരിൽ നിന്ന് പാവപ്പെട്ടവരിലേക്ക് അത് പുനർവിതരണം ചെയ്തുകൊണ്ട് വരുമാനത്തിലുള്ള അസമത്വവും ഒഴിവാക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ദെൻ സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി മുതലാളിത്തത്തിന്റെ ലാഭപ്രേരണയെ രൂപപ്പെടുത്തുന്ന സാമ്പത്തിക നയമാണോ പിന്തുടരുന്നത്? ഇതും എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക. സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി മുതലാളിത്തത്തിന്റെ ലാഭപ്രേരണയെ രൂപപ്പെടുത്തുന്ന മുതലാളിത്തത്തിന് മാത്രം നല്ലത് വരുത്തുന്ന ഒരു സാമ്പത്തിക നയമാണോ പിന്തുടരുന്നത് എന്ന് ചെക്ക് ചെയ്യുക. സാമ്പത്തിക വളർച്ചയ്ക്കും തളർച്ചയ്ക്കും അതീതമായി സുസ്ഥിര വികസനം ഉറപ്പാക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. സാമ്പത്തിക വളർച്ചയ്ക്കും തളർച്ചയ്ക്കും അതീതമായി സുസ്ഥിര വികസനം ഉറപ്പാക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എല്ലാവർക്കും തൊഴിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇതൊക്കെയാണ് ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന മാനദണ്ഡങ്ങൾ. AR ദേശായി ആണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന മാനദണ്ഡങ്ങൾ. ഇതൊക്കെയാണ്. അപ്പോൾ 5 മാർക്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, സമൂഹശാസ്ത്രവും നരവംശശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം.
ലളിത സമൂഹങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ പഠനമാണ് നരവംശശാസ്ത്രം. നരവംശശാസ്ത്രം മുഖ്യമായും ഗോത്ര സമൂഹങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. ലളിത സമൂഹങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നരവംശശാസ്ത്രം. അതിൻ്റെ മുഖ്യമായ ഒരു പഠനം നടത്തുന്നത് ഗോത്ര സമൂഹങ്ങളെക്കുറിച്ചാണ്. ഇതിന് 2 ശാഖകളുണ്ട്. ഭൗതിക നരവംശശാസ്ത്രമുണ്ട്, സാമൂഹിക സാംസ്കാരിക നരവംശശാസ്ത്രമുണ്ട്. അപ്പോൾ 2 ഏതൊക്കെയാണ്? ഭൗതിക നരവംശശാസ്ത്രം, സാമൂഹിക സാംസ്കാരിക നരവംശശാസ്ത്രം. അപ്പൊ സമൂഹശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. മനുഷ്യന്റെ സാമൂഹ്യ ജീവിതം, ഗണങ്ങൾ, സമൂഹങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് സമൂഹശാസ്ത്രം. സാമൂഹിക സാംസ്കാരിക നരവംശശാസ്ത്രത്തിനാണ് സമൂഹശാസ്ത്രവുമായി ഏറെ സാമ്യമുള്ളത്. സമൂഹശാസ്ത്രം ആധുനികവും സങ്കീർണവുമായ സമൂഹങ്ങളുടെ പഠനമാണ്. സമൂഹശാസ്ത്രം എന്താണ്? ആധുനികവും അതേപോലെ സങ്കീർണവുമായ സമൂഹങ്ങളുടെ പഠനം. ആധുനികവും സങ്കീർണവുമായ സമൂഹങ്ങളുടെ പഠനമാണ് സമൂഹശാസ്ത്രം. എന്നാൽ സാമൂഹിക നരവംശശാസ്ത്രം എപ്പോഴും എന്തിനെ കുറിച്ചാണ്? ലളിത സമൂഹങ്ങൾ, അതായത് ഗോത്ര വർഗങ്ങളെ കുറിച്ചൊക്കെ ഒരു പഠനമാണ്. ഇനി പാശ്ചാത്യർ മറ്റുള്ളവർ എന്ന ഗണത്തിലായിരുന്നു ലളിത സമൂഹങ്ങളെ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പൊ പാശ്ചാത്യരെ ലളിത സമൂഹങ്ങളെ ഉൾപ്പെടുത്തിയവരെ ഏത് ഗണത്തിലായിരുന്നു? മറ്റുള്ളവർ എന്ന ഗണത്തിലായിരുന്നു പാശ്ചാത്യർ ലളിത സമൂഹത്തെ വിലയിരുത്തിയിരുന്നത്. ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ തദ്ദേശീയരും മറ്റുള്ളവരും ഇടപഴകി ജീവിച്ചിരുന്നു. എല്ലാവരും ഒരേപോലെ ഇടപഴകി ജീവിച്ചിരുന്നു. സമൂഹ നരവംശശാസ്ത്രം സമൂഹത്തിന്റെ എല്ലാ തലങ്ങളെയും കുറിച്ച് പഠിക്കുന്നു. അതായത് ആ ലളിത സമൂഹത്തിന്റെ എല്ലാ തലങ്ങളെയും കുറിച്ച് എന്ത് പഠിക്കുന്നുണ്ട്? സമൂഹ നരവംശശാസ്ത്രം പഠിക്കുന്നുണ്ട്. എന്നാൽ സമൂഹശാസ്ത്രം സങ്കീർണ സമൂഹങ്ങളെ കുറിച്ചാണ് പഠനം നടത്തുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സങ്കീർണ സമൂഹങ്ങളെ കുറിച്ചാണ് ഇവർ പഠനം നടത്തുന്നത്. ദെൻ ഇനി നമുക്ക് പറയാനുള്ളത് സമൂഹ നരവംശശാസ്ത്രത്തിന്റെ പഠനമാർഗം സുദീർഘമായ ഫീൽഡ് വർക്ക് പാരമ്പര്യമാണ്. അതായത് നമ്മൾ ഫീൽഡിൽ ഇറങ്ങി ചെന്നാണ് അവരെ കുറിച്ചുള്ള പഠനം നടത്തുന്നത്. ആ ലളിത കാരണം അവരൊരിക്കലും പുറത്തേക്കിട്ട് വരില്ല, ഗോത്ര സമൂഹങ്ങളൊക്കെ. അപ്പൊ നമ്മൾ ഫീൽഡ് വർക്ക് ചെയ്താണ് ആ പഠനം നടത്തുന്നത്. അവർ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സമൂഹങ്ങളിൽ താമസിച്ച് എത്നോഗ്രഫിക് പഠനമാർഗങ്ങൾ ഉപയോഗിച്ചാണ് വിവരം ശേഖരിക്കുന്നത്. എങ്ങനെയാണ്? സമൂഹങ്ങളിൽ ഏത് ഗോത്രവർഗത്തെ കുറിച്ചാണോ പഠിക്കാനുള്ളത്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സമൂഹത്തിൽ താമസിച്ച് എത്നോഗ്രഫിക് പഠന പാരമ്പര്യ മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് വിവരശേഖരണം നടത്തുന്നത്. സമൂഹശാസ്ത്രം ആശ്രയിക്കുന്നത് എന്തിനാണ്? സർവേ, ചോദ്യാവലി തുടങ്ങിയ മാർഗങ്ങളെയാണ്. അപ്പോൾ സമൂഹശാസ്ത്ര എന്തിനൊക്കെയാണ് ആശ്രയിക്കുന്നത്? സർവേ, ചോദ്യാവലി തുടങ്ങിയ മാർഗങ്ങളെയാണ്. ലളിത സമൂഹങ്ങളുടെ പതനത്തോടെ സാമൂഹിക നരവംശശാസ്ത്രത്തിന് അതിൻ്റെ തനതായ്മ നഷ്ടപ്പെട്ടു. അതായത് ഈ ലളിത സമൂഹങ്ങളുടെ പതനത്തോടെ ആ നരവംശശാസ്ത്രത്തിന് അതിൻ്റെ തനതായ്മ നഷ്ടപ്പെടുന്നു. സമൂഹശാസ്ത്രത്തിൽ അത് ലയിക്കുകയും ചെയ്തു. 2 വിഷയങ്ങളും തമ്മിൽ പരസ്പര കൈമാറ്റങ്ങൾ നടത്തിക്കൊണ്ട് ഗവേഷണ രീതികളും സമ്പ്രദായങ്ങളും പരസ്പരം കടം കൊണ്ടു. അപ്പോൾ ഇവർ പരസ്പരം ഒരു ധാരണയിൽ മുന്നോട്ട് പോയി. 2 വിഷയങ്ങളും തമ്മിൽ പരസ്പര കൈമാറ്റങ്ങൾ നടന്നു. ഗവേഷണ രീതികളും സമ്പ്രദായങ്ങളും പരസ്പരം കടം കൊണ്ടു. തൽഫലമായിട്ട് പരമ്പരാഗത പഠന വിഷയമല്ലാതിരുന്നിട്ടും രാഷ്ട്രത്തെക്കുറിച്ചും ആഗോളവൽക്കരണത്തെക്കുറിച്ചുമൊക്കെയുള്ള പഠനങ്ങൾ നരവംശശാസ്ത്രത്തിന്റെ ഭാഗമായി രൂപം കൊണ്ടു. എന്തിനെക്കുറിച്ചൊക്കെയുള്ള പഠനമാണ്? രാഷ്ട്രത്തെക്കുറിച്ചും ആഗോളവൽക്കരണത്തെക്കുറിച്ചൊക്കെയുള്ള പഠനങ്ങൾ നരവംശശാസ്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് രൂപം കൊണ്ടത്. ആധുനിക സമൂഹങ്ങളുടെ സങ്കീർണത പഠിക്കുന്നതിന് സമൂഹശാസ്ത്രം ഗുണാത്മകവും സാംഖ്യായികവുമായ രീതികളും സ്ഥൂലവും സൂക്ഷ്മവുമായ സമീപനങ്ങളും ഉപയോഗിച്ചു വരുന്നു. അപ്പൊ ആധുനിക സമൂഹങ്ങളുടെ സങ്കീർണത പഠിക്കാനായിട്ട് ക്വാണ്ടിറ്റേറ്റീവായിട്ടും ക്വാളിറ്റേറ്റീവായിട്ടുള്ള രീതികളാണ് ഇവർ ഉപയോഗിച്ച് പോരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിവാഹത്തിന്റെ വിവിധ രൂപങ്ങൾ വിവരിക്കുക. പങ്കാളികളുടെ എണ്ണം, വിവാഹ നിയമം എന്നിവയൊക്കെ അടിസ്ഥാനത്തിൽ വിവാഹത്തിന്റെ വിവിധ രൂപങ്ങൾ വിവരിക്കുക. അപ്പോൾ വിവാഹത്തിന്റെ വിവിധ രൂപങ്ങൾ, പങ്കാളികളുടെ എണ്ണം, വിവാഹ നിയമങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തരംതിരിക്കുകയാണ്. പങ്കാളികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏകവിവാഹം, ബഹുവിവാഹം എന്ന് തരംതിരിച്ചിട്ടുണ്ട്.
അപ്പോൾ പങ്കാളികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏകവിവാഹം, ബഹുവിവാഹം. ഇനി ഈ ബഹുവിവാഹത്തെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്: ബഹുഭാര്യത്വം, ബഹുഭർതൃത്വം. അപ്പോൾ എന്താണ് എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കാം. ഏകവിവാഹം: ഒരു വ്യക്തിക്ക് ഒരേ സമയം ഒരു പങ്കാളി മാത്രമേ അനുവദിക്കുകയുള്ളൂ. ഒരു പുരുഷൻ ഒരു സ്ത്രീ, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ, അങ്ങനെ ഒരു പങ്കാളിയെ മാത്രം അനുവദിക്കുകയുള്ളൂ. മിക്ക സമൂഹങ്ങളിലും ഏറ്റവും സാധാരണയായി കണ്ടുവരുന്നത് ഈ ഏകവിവാഹമാണ്. ഇനി അടുത്തൊരെണ്ണം അനുക്രമ ഏകവിവാഹം, സീരിയൽ മോണോഗമി. ചില സമൂഹങ്ങളിൽ പങ്കാളിയുടെ മരണശേഷമോ അല്ലെങ്കിൽ വിവാഹമോചനത്തിന് ശേഷമോ വ്യക്തികളെ വീണ്ടും വിവാഹം ചെയ്യാൻ അനുവദിക്കാറുണ്ട്. എന്നാൽ ഒരേ സമയത്ത് ഒന്നിലധികം പങ്കാളികളെ സ്വീകരിക്കാൻ അവർക്കും അനുവാദമില്ല. അപ്പോൾ അനുക്രമ ഏകവിവാഹം എന്ന് വെച്ചാൽ ഏകവിവാഹത്തിൽ ഒരു പങ്കാളി ഉണ്ടാവുള്ളൂ. അനുക്രമ ഏകവിവാഹം എന്ന് വെച്ചാൽ പങ്കാളിയുടെ മരണശേഷമോ അല്ലെങ്കിൽ ഡിവോഴ്സിന് ശേഷമോ വീണ്ടും വിവാഹം കഴിക്കാൻ അനുവദിക്കും. പക്ഷെ ഒരു പങ്കാളിയെ അപ്പോഴും ഉണ്ടാവുള്ളൂ. അതിനെ നമ്മൾ അനുക്രമ ഏകവിവാഹം എന്ന് പറയുന്നു. ദെൻ ബഹുവിവാഹം: ഒരു വ്യക്തി ഒന്നിലധികം വിവാഹം കഴിക്കുന്ന സമ്പ്രദായമാണ് ബഹുവിവാഹം. ഈ വിവാഹ രീതിയിൽ ഒരു വ്യക്തിക്ക് ഒരേ സമയം ഒന്നിലധികം ഇണകൾ ഉണ്ടായിരിക്കും. ഇനി ഈ ബഹുവിഭാഗത്തെ രണ്ടായിട്ട് തിരിക്കാം: ബഹുഭാര്യത്വം, ബഹുഭർതൃത്വം. ബഹുഭാര്യത്വം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന് ഒരേ സമയത്തിൽ ഒന്നിലധികം ഭാര്യമാരുണ്ടാവുന്നതിനാണ് ബഹുഭാര്യത്വം എന്നും, ബഹുഭർതൃത്വം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഒരേ സമയം രണ്ടോ അതിലധികമോ ഭർത്താക്കന്മാരുള്ളതിനെയാണ് ബഹുഭർതൃത്വം എന്ന് പറയുന്നത്. ഇനി വിവാഹ നിയമങ്ങൾ, റൂൾസ്. രണ്ട് റൂൾസ് ആണ്: സ്വഗണ വിവാഹം, ബഹിർഗണ വിവാഹവും. അപ്പൊ എന്താണ് ഇതെന്ന് നമുക്ക് നോക്കാം. ഓരോ സമൂഹത്തിലും വിവാഹ കാര്യത്തിൽ ചില നിയന്ത്രണങ്ങളും വിലക്കുകളും ഒക്കെ ഉണ്ട്. സമൂഹം ജീവിത പങ്കാളികളെ കണ്ടെത്താൻ വ്യക്തികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതിലൊന്നാണ് സ്വന്തം ഗണത്തിൽ നിന്നും ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന വിവാഹ നിയമമാണ് സ്വഗണ വിവാഹ നിയമം. സ്വന്തം ഗണത്തിൽ നിന്നും. ഇവർ മറ്റു ഗണങ്ങളെ വിവാഹത്തിനായിട്ട് പരിഗണിക്കില്ല. മറ്റു ഗണങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കാൻ ഇവരെ അനുവദിക്കില്ല. ജാതി, ഗോത്രം, വർഗം, അപ്പൊ ഏത് ജാതിയാണോ ആ ജാതിയിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ. അടുത്തത് ബഹിർഗണ വിവാഹം: ഒരു വ്യക്തി സ്വന്തം ഗണത്തിന് പുറത്തുള്ളവരെ വിവാഹം ചെയ്യുന്ന സമ്പ്രദായമാണ് ബഹിർഗണ വിവാഹം. അത് സ്വഗണ വിവാഹത്തിന്റെ നേർവിപരീതമാണ് ബഹിർഗണ വിവാഹം. അപ്പോൾ എങ്ങനെയാണ് വിവാഹത്തെ രണ്ടായിട്ട് തരംതിരിച്ച് പങ്കാളികളുടെ എണ്ണത്തിന്റെയും വിവാഹ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ? പങ്കാളികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏകവിവാഹം, ഒരു വിവാഹം മാത്രം. പിന്നെ ബഹുവിവാഹം, ഒന്നിലധികം ആൾക്കാരെ വിവാഹം കഴിക്കുന്നത്. അതിനകത്ത് തന്നെ ബഹുഭാര്യത്വം ഉണ്ട്, ബഹുഭർതൃത്വം ഉണ്ട്. ഒരു പുരുഷൻ ഒന്നിലധികം സ്ത്രീയെ കല്യാണം കഴിക്കുന്നത് ബഹുഭാര്യത്വം, ഒരു സ്ത്രീ ഒന്നിലധികം പുരുഷനെ കല്യാണം കഴിക്കുന്നത് ബഹുഭർതൃത്വം. ഇനി ഇതിന്റെ നിയമങ്ങൾ സ്വഗണ വിവാഹവും ബഹിർഗണ വിവാഹവുമാണ്. അപ്പൊ സ്വഗണ വിഭാഗം എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തം ജീവിത പങ്കാളിയെ സ്വന്തം ജാതിയിൽ നിന്നോ വർഗത്തിൽ നിന്നോ സ്വഗണത്തിൽ നിന്ന് വിവാഹം ചെയ്യുന്നു. മറ്റു വർഗങ്ങളിൽ നിന്ന് വിവാഹം ചെയ്യാൻ അനുവദിക്കില്ല. പിന്നെ ബഹിർഗണ വിവാഹം എന്ന് പറഞ്ഞാലോ, ഒരു വ്യക്തി സ്വന്തം ഗണത്തിന് പുറത്തുള്ളവരെ വിവാഹം ചെയ്യുന്നതാണ് ബഹിർഗണ വിവാഹം. സ്വഗണ വിവാഹത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബഹിർഗണ വിഭാഗം. അപ്പോൾ ഇവിടെ ചേരുംപടി ചേർക്കാൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സ്ത്രീ ഒന്നിലധികം പുരുഷന്മാരെ വിവാഹം കഴിക്കുന്നു, അത് ബഹുഭാര്യത്വം. സ്വഗണത്തിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കുന്നു, സ്വഗണ വിവാഹം. ഒരു പുരുഷന് ഒരു സ്ത്രീയുമായി മാത്രം വിവാഹബന്ധം, അത് ഏകവിവാഹം. ഒരു പുരുഷന് ഒരേ സമയം രണ്ടോ അതിലധികമോ ഭാര്യമാരുണ്ടെങ്കിൽ ബഹുഭാര്യത്വം. അപ്പോൾ സ്ത്രീക്ക് ഒന്നിലധികം ഉണ്ടെങ്കിൽ ബഹുഭർതൃത്വം. അപ്പോൾ ഇതാണ് ഇവിടെ ചേരുംപടി ചേർക്കാനൊക്കെ കൊടുത്തേക്കുന്നത്. ഇത് നമുക്ക് എക്സാമിന് ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ: സാമൂഹ്യ ശ്രേണീകരണത്തിന് ഒരു സംവിധാനമായി ജാതിയെയും വർഗത്തെയും വിലയിരുത്തുക. അപ്പോൾ സാമൂഹ്യ ശ്രേണീകരണത്തിൽ വരുന്ന ഒന്നാണ് സംഘടനാവാദ വീക്ഷണം. സംഘടനാവാദ വീക്ഷണത്തിലാണ് ജാതി, വർഗം, പുരുഷാധിപത്യം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ട സമൂഹങ്ങളിൽ ചില വിഭാഗങ്ങൾ അവശതയും വിവേചനവും അനുഭവിക്കുന്നു. അപ്പൊ സംഘടനാവാദ വീക്ഷണത്തിലാണ് ഇത് പറയുന്നത്. ജാതി, വർഗം, പുരുഷാധിപത്യം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ട സമൂഹങ്ങളിൽ ചില വിഭാഗങ്ങൾ അവശതയും അതുപോലെ വിവേചനവും അനുഭവിക്കുന്നു. സമൂഹത്തിലെ പ്രബല വിഭാഗങ്ങൾ സാംസ്കാരിക മാനദണ്ഡങ്ങളും ബലപ്രയോഗവും ഹിംസയും ഉപയോഗിച്ച് ഈ അസമത്വ വ്യവസ്ഥ നിലനിർത്തുന്നു. അതായത് അവർ ബലപ്രയോഗത്താൽ, പ്രബല വിഭാഗങ്ങൾ ഹിംസയാലും ബലപ്രയോഗത്താലുമാണ് ഈ അസമത്വ വ്യവസ്ഥ നിലനിർത്തുന്നത്.
മത്സരം, സഹകരണം, സംഘർഷം എന്നിവ എല്ലാ സമൂഹങ്ങളിലും പൊതുലക്ഷണമാണ്. സാമൂഹ്യ വ്യവസ്ഥ നിലനിർത്തുക എന്നതാണ് മുഖ്യ ലക്ഷ്യം. അപ്പോൾ മത്സരവും സഹകരണവും സംഘർഷവും ഒക്കെ എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥ നിലനിർത്തുക എന്നതാണ് മുഖ്യ ലക്ഷ്യം. ഒരു പ്രത്യേക സാമൂഹ്യ ക്രമം പലപ്പോഴും ചില പ്രത്യേക വിഭാഗങ്ങളുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുക. ചില സമയത്തൊക്കെ ചില പ്രത്യേക വിഭാഗക്കാരുടെ മാത്രം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു. എങ്കിലും ആ സമൂഹത്തിന്റെ നിലനിൽപ്പ് സാമൂഹീകരണത്തിലൂടെ ഉറപ്പുവരുത്തുന്നുവെന്ന് സമൂഹശാസ്ത്ര പഠനങ്ങൾ കാണിക്കുന്നു. എങ്കിലും ആ സാമൂഹ്യക്രമത്തിന്റെ നിലനിൽപ്പ് സാമൂഹികരണത്തിലൂടെ ഉറപ്പുവരുത്തുന്നു. സഹകരണം അടിച്ചേൽപ്പിക്കുന്നതോ സ്വമേധയാ ഉണ്ടായതോ ആകാം. സ്വത്തിന്മേലുള്ള സ്ത്രീകളുടെ അവകാശങ്ങളിൽ വെളിവാകുന്നത് ഇതാണ്. ഇപ്പോൾ സഹകരണം നമുക്ക് രണ്ട് രീതിയിലാണ്. സ്വമേധയാ ഉള്ള സഹകരണവും അതുപോലെ നിർബന്ധിത സഹകരണവും. ഇപ്പം നല്ലൊരു വിഭാഗം സ്ത്രീകൾക്കും സ്ത്രീകളും ഇപ്പോൾ പെൺമക്കളുള്ള വീടുകളിലാണെങ്കിൽ പൊതുവെ സ്വത്തുക്കൾ എപ്പോഴും സഹോദരന്മാർക്കായിരിക്കും. പെൺമക്കൾക്ക് തുല്യ അവകാശം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും അത് അവർ ചോദിക്കാനോ ഒന്നിനും വരാറില്ല. കാരണം എന്തുകൊണ്ടായിരിക്കാം? ആ ഒരു ബന്ധം എപ്പോഴും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ തങ്ങളുടെ സഹോദരന്മാരുടെ അനിഷ്ടത്തിന് ഇടയാക്കുമെന്ന് ഭയപ്പെടുന്നതിനാലും സഹോദര ഭാര്യമാർ തങ്ങളെ വെറുക്കുമെന്ന് കരുതുന്നതിനാലും പെൺകുട്ടികൾ പിതൃസ്വത്തിന്മേൽ അവകാശം സ്ഥാപിക്കുന്നതിന് വിമുഖത കാണിക്കും. അങ്ങനെ അവകാശപ്പെടുന്നത് മൂലം അവരുടെ ജന്മഗൃഹത്തിൽ പരിഗണന ലഭിച്ചേക്കില്ല എന്ന് അവർ ഭയപ്പെടുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അവിടെ നിർബന്ധിത സഹകരണമാണ് നടക്കുന്നത്. അങ്ങനെയുള്ള സമയത്ത് അവിടെ എന്താ നടക്കുന്നത്? നിർബന്ധിത സഹകരണമാണ് നടക്കുന്നത്. അതേസമയം ജന്മഗൃഹത്തിന്റെ അഭിവൃദ്ധിക്കായി അവർ സ്വമേധയാ വേണ്ടാന്ന് വെക്കാറുണ്ട്. അപ്പോൾ അത് സ്വമേധയാ ഉള്ള സഹകരണമാണ്. ഇപ്പോൾ ജാതി, വർഗം, അതുപോലെ പുരുഷാധിപത്യം എന്നിവയുടെ അടിസ്ഥാനത്തിൽ പല സമൂഹങ്ങളിലും പല എന്താണ് വിവേചനവും ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ സാമൂഹ്യ ശ്രേണീകരണത്തിലെ ഒരു സംവിധാനമായി നമുക്ക് രാജ്യത്തെയും വർഗത്തെയും ഈ രീതിയിൽ വിലയിരുത്താം.